ദൃശ്യ മനോഹാരിത കൊണ്ടും വിവാദങ്ങൾ കൊണ്ടും കേരളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് എമ്പുരാൻ. അപ്പോൾ എമ്പുരാനും നമ്മുടെ ഈ ചാനലുമായിട്ടൊക്കെ എന്താ ബന്ധമെന്ന് ചോദിച്ചാൽ സിനിമയും ക്യാമറയും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ടല്ലോ. അതുമാത്രമല്ല നമ്മൾ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു ക്യാമറയാണ് സോണിയുടെ FX3 എന്ന് പറഞ്ഞൊരു ക്യാമറ. അപ്പോൾ ആരി റെഡൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഒപ്പം തന്നെ ഇതിനകത്ത് ഈ സിനിമയിൽ ഉപയോഗിച്ച ഒരു ക്യാമറയാണ് FX3. അപ്പോൾ ഒരു ലോ ബഡ്ജറ്റിൽ ഒരു സിനിമ സ്വപ്നം കാണുന്നവർക്ക് എന്തുകൊണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നൊരു നെറ്റ്ഫ്ലിക്സ് അപ്രൂവ്ഡ് ക്യാമറയാണ് FX3 എന്ന് പറഞ്ഞാൽ. അപ്പോൾ FX3 എന്തുകൊണ്ടാണ് നെറ്റ്ഫ്ലിക്സ് അപ്രൂവ്ഡ് ആയത്? ഒരുപാട് ക്യാമറകൾ അപ്രൂവ്ഡ് ആവാത്ത സമയത്ത് എന്തുകൊണ്ടാണ് അപ്രൂവ്ഡ് ആവുന്നത്? നെറ്റ്ഫ്ലിക്സിൽ അപ്രൂവ്ഡ് ആവണം എന്നുള്ളൊരു ക്യാമറയാണെങ്കിൽ ഒന്ന് 4K UHD മോഡൽ റെക്കോർഡ് ചെയ്യാൻ പറ്റണം. അടുത്തത് 10 ബിറ്റിൽ 422 240 മെഗാബൈറ്റ്സ് പെർ സെക്കൻഡിലെങ്കിലും ഡാറ്റ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ ആയിരിക്കണം. ഇതൊന്നും കൂടാണ്ട് തന്നെ നമുക്ക് DCPയിൽ, അതായത് നമ്മൾ സിനിമ ഷൂട്ട് ചെയ്തതിന് ശേഷം എഡിറ്റിംഗ് സമയത്ത് ഇതിൻ്റെ വിഷ്വൽസിന് ഓഡിയോമായിട്ട് എളുപ്പത്തിലാണ് ഇങ്ങനെ പറയുന്നത് കോഡ് ചെയ്യാനും ഡീകോഡ് ചെയ്യാനും പറ്റണം. അതായത് നമ്മൾ API ഒക്കെ ഉപയോഗിക്കുന്ന പോലെ കോൾ ചെയ്യുമ്പോൾ അതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമാറ്റ് ആയിരിക്കണം. ഈ ഫോമാറ്റ് ഇപ്പോൾ സോണി 7S ബാക്കി എല്ലാ കാര്യത്തിലും FX3 ഈക്വലാണ്. പക്ഷേ ഈ ഡീകോഡിങ് അവിടെ വയ്ക്കാത്തതുകൊണ്ടാണ് 7S3 അപ്രൂവ്ഡ് ആവാത്തതും FX3 അപ്രൂവ്ഡ് ആവുന്നതും. ഈ ഒരു ക്യാമറ നമുക്ക് സിനി ഇൻഡസ്ട്രിയിൽ ലോ ബഡ്ജറ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ തന്നെയാണ്. അപ്പോൾ ഇതൊരു നാനോ പ്രൈം ലെൻസ് കിറ്റും ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് സിനിമ എടുക്കാനുള്ള എല്ലാ ഫീച്ചറും അതിനകത്തായി.